പല കുടുംബങ്ങളിലെയും ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ തീർപ്പ് കൽപ്പിക്കുന്നത് പോലീസ് സ്റ്റേഷനുകളും കോടതിയുമൊക്കെയാണ്. എന്നാൽ കണ്ണൂരിലെ ഒരു പോലീസുകാരിയാണ് കുടുംബ പ്രശ്നത്തിൻ്റെ ഇരയായത്. ദാമ്പത്യ തർക്കത്തെ തുടർന്ന് പോലീസുകാരിയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയത് കണ്ണൂർ കരിവെള്ളൂരിലാണ്. ചന്തേര സ്റ്റേഷനിലെ CPO ദിവ്യശ്രീയും ഭർത്താവ് രാജേഷും തമ്മിലുള്ള ദാമ്പത്യ തർക്കത്തിലേക്ക് വഴിവെച്ച കാരണം എന്തായിരിക്കും? ഇതോടൊപ്പം പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിൻ്റെ ദുരൂഹമരണത്തിൽ 3 പെൺകുട്ടികൾ പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട്. അമ്മുവിൻ്റെ മരണം ആത്മഹത്യയാണോ അതോ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ദാമ്പത്യ പ്രശ്നങ്ങൾ കാരണം വീടുകളിൽ നരകയാതന അനുഭവിക്കുന്ന ഒട്ടേറെ സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഭർത്തൃ വീട്ടുകാരുടെ ക്രൂരതയിൽ ആത്മഹത്യ ചെയ്യുന്നവരിലും ഭർത്താവിൻ്റെ കൊലക്കത്തിക്കിരകളാകുന്നവരിലും കൂടുതലും ദുർബലരായ സ്ത്രീകളാണ്. എന്നാൽ കണ്ണൂർ കരിവെള്ളൂരിൽ ഒരു പോലീസുകാരിയാണ് കുടുംബ പ്രശ്നത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇര. കാസർഗോഡ് ചന്തേര പോലീസ് സ്റ്റേഷനിലെ CPO ദിവ്യശ്രീയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട ഭർത്താവ് രാജേഷിനെ പിന്നീട് പോലീസ് പിടികൂടുകയും ചെയ്തു. ദാമ്പത്യ തർക്കങ്ങളെ തുടർന്ന് ഇരുവരും കുറേ നാളുകളായി വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു. വൈകിട്ട് 5:30 കരിവെള്ളൂർ പലിയേരിക്കോവലിലെ വീട്ടിലായിരുന്നു നാടുനടുക്കിയ സംഭവം. ചന്തേര പോലീസ് സ്റ്റേഷനിലെ CPO ആണ് കൊല്ലപ്പെട്ട ദിവ്യശ്രീ. ഇവർക്ക് 34 വയസ്സായിരുന്നു. ഭർത്താവ് രാജേഷ് വീട്ടിലെത്തി യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തി. ആക്രമണം തടയാൻ ശ്രമിച്ച ദിവ്യശ്രീയുടെ അച്ഛൻ വാസുവിനും ഗുരുതരമായി പരിക്കേറ്റു. വാസുവിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ദിവ്യശ്രീക്കും രാജേഷിനുമിടയിൽ മാസങ്ങളായി കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. കണ്ണൂർ കുടുംബ കോടതി ഇവരുടെ വിവാഹമോചന കേസ് പരിഗണിച്ചതിന് പിന്നാലെയാണ് രാജേഷ് വീട്ടിലെത്തി കൊലപാതകം നടത്തിയത്. ദിവ്യശ്രീ ശബരിമല ഡ്യൂട്ടിക്കായി രാത്രി 7 മണിക്ക് പോകാനിരിക്കെയായിരുന്നു കൊലപാതകം. ജില്ലാ പോലീസ് മേധാവി, ക്രൈംബ്രാഞ്ച് DYSP എന്നിവർ ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കരിവെള്ളൂരിലെത്തി പരിശോധന നടത്തി. നേരത്തെയും രാജേഷ് ഭാര്യയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിവരം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് 18 കണ്ണൂർ. പത്തനംതിട്ട ചുട്ടിപ്പാറയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മുവിൻ്റെ ജീവിതം നശിപ്പിച്ചത് സഹപാഠികളായ 3 പെൺകുട്ടികളാണ്. പല രീതിയിൽ അവർ അമ്മുവിനെ ഉപദ്രവിച്ചിട്ടുണ്ട്, മാനസികമായി തകർത്തിട്ടുണ്ട്. ഒടുവിൽ കേസിൽ 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരെ പ്രതി ചേർത്ത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനാണ് നീക്കം. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും 3 കുട്ടികളുടെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് അമ്മുവിൻ്റെ അച്ഛൻ നൽകിയ പരാതിയിലാണ് നടപടി. അമ്മു ആത്മഹത്യ ചെയ്യില്ലെന്ന് ആവർത്തിച്ച കുടുംബം കോളേജ് അധികാരികൾക്കെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിൽ 3 സഹപാഠികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ 3 വിദ്യാർത്ഥികളും അമ്മുവിനെ മാനസികമായി പീഡിപ്പിക്കുന്നതായി നേരത്തെ കോളേജ് അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. പത്തനംതിട്ട DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ 2 പേർ കോട്ടയം സ്വദേശികളും ഒരാൾ ചങ്ങനാശ്ശേരി സ്വദേശിയുമാണ്. 3 പേരെയും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതേസമയം അമ്മുവിന്റെ മരണത്തിൽ ഗൂഢാലോചന നടന്നതായാണ് കുടുംബത്തിന്റെ ആരോപണം. അമ്മുവിന് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമുണ്ടായിരുന്നില്ല. കോളേജ് അധികൃതർക്ക് സംഭവത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അമ്മുവിന് ചികിത്സ ലഭ്യമാക്കുന്ന കാര്യത്തിലും ഗുരുതര വീഴ്ചയുണ്ടായെന്ന് സഹോദരൻ അഖിൽ സജീവൻ ആരോപിച്ചു. എനിക്കിപ്പോഴും നല്ല വിശ്വാസമുണ്ട്. അവരും അതുപോലെ തന്നെ കോളേജും ഹോസ്റ്റലും എല്ലാവരും കൂടെ ചേർന്നിട്ട് തന്നെയാണ് ചെയ്തതാണെന്ന് എനിക്ക് 100% എനിക്ക് വിശ്വാസമുണ്ട്.
ഞാൻ ഈ ഇതിൽ തന്നെയല്ല. അപ്പൊ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടാവും. ഒരിക്കലും അമ്മ എല്ലാവരും പറയുന്നല്ലോ അമ്മ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതാവുകയല്ല. അവർ കൊന്നത് തന്നെയാണെന്ന് എനിക്ക് 100% ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. പെൺകുട്ടിയുടെ മരണത്തിന് തൊട്ടു മുമ്പുള്ള ഫോൺ സന്ദേശങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അതിനിടെ അമ്മുവിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകർ കോളേജിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. അക്യൂപഞ്ചർ ചികിത്സയെന്നും സ്പാ സെന്റർ എന്നും പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ മറവിൽ നടക്കുന്ന അനാശാസ്യ പ്രവർത്തനത്തെക്കുറിച്ചും ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും അറിയണം. കോഴിക്കോട് വടകരയിൽ നടുവുവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ചത് അക്യൂപഞ്ചർ തെറാപ്പിസ്റ്റാണ്. ചികിത്സിക്കുന്നതിനിടെ തെറാപ്പിസ്റ്റ് യുവതിയെ ബലമായി പീഡിപ്പിച്ചെന്നാണ് പരാതി. കേസിൽ വടകര പുതുപ്പണം സ്വദേശി അനിൽകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വടകര ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള ഇലക്ട്രോ ഹോമിയോപ്പതി സെന്റർ ഫോർ വെൽനസ് സെന്ററിൽ ബുധനാഴ്ചയാണ് സംഭവം. നടുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയതായിരുന്നു യുവതി. ചികിത്സിക്കുന്നതിനിടെ അനിൽകുമാർ യുവതിയെ ബലമായി പീഡിപ്പിച്ചെന്നാണ് പരാതി. ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട യുവതി ഉടൻ തന്നെ വടകര പോലീസ് സ്റ്റേഷനിലെത്തി വിവരമറിയിച്ചു. തുടർന്നാണ് പ്രതി വടകര പുതുപ്പണം സ്വദേശിയായ 42-കാരൻ അനിൽകുമാറിനെ പോലീസ് പിടികൂടിയത്. ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം വടകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അനിൽകുമാർ കുറേക്കാലമായി ഇവിടെ അക്യുപങ്ചർ തെറാപ്പി നടത്തുന്നുണ്ട്. പ്രതി ഇതിനു മുമ്പ് സമാനമായ അതിക്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 വടകര. വൈദ്യുതി ബിൽ കൃത്യമായി അടച്ചില്ലെങ്കിൽ KSEB ഇപ്പോൾ ഫ്യൂസ് ഊരാറുണ്ട്. അതിനു മുൻപ് പലതവണ അവർ മുന്നറിയിപ്പ് നൽകും. മലപ്പുറം വണ്ടൂരിൽ ഇങ്ങനെ വൈദ്യുതി ബില്ലടയ്ക്കാൻ ഫോൺ ചെയ്ത് അറിയിച്ച ഉദ്യോഗസ്ഥനെ ഉപഭോക്താവ് ഓഫീസിൽ കയറി മർദ്ദിച്ചു. വണ്ടൂർ KSEB സെഷൻ ഓഫീസിലെ ലൈൻമാൻ സുനിൽ ബാബുവിനാണ് മർദ്ദനമേറ്റത്. ഇയാളെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതി പള്ളിക്കുന്ന് സ്വദേശി സക്കറിയ സാദിഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തെങ്ങുകയറ്റ തൊഴിലാളിയായ പള്ളിക്കുന്ന് തച്ചുപറമ്പൻ സക്രിയ സാദിഖ് വെട്ടുകത്തിയുമായി KSEB ഓഫീസിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. രാവിലെ 10-നാണ് സംഭവം. വൈദ്യുതി ബില്ല് അടയ്ക്കാത്തവരുടെ ലിസ്റ്റ് നോക്കി ഉദ്യോഗസ്ഥർ ഫോൺ ചെയ്ത് വിവരമറിയിച്ചതാണ് പ്രകോപന കാരണം. KSEB ഓഫീസിലെത്തിയ സക്രിയ സാദിഖ് ഫോൺ ചെയ്യുകയായിരുന്ന സുനിൽ ബാബുവിനെ പുറകിൽ നിന്നും പിടിച്ചു തള്ളുകയും കത്തികൊണ്ട് വെട്ടാൻ ശ്രമിക്കുകയും ചെയ്തു. തടയാൻ ചെന്ന മറ്റുദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. ഉദ്യോഗസ്ഥർ ഓടി പുറത്തിറങ്ങി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. സുനിൽ ബാബുവിന്റെ കഴുത്തിനും പുറത്തും മർദ്ദനമേറ്റു. ഇയാൾ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സക്രിയ സാദിഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 മലപ്പുറം. കോതമംഗലത്തെ ബാർ ഹോട്ടലിൽ 15ഓളം പേരടങ്ങുന്ന ഗുണ്ടാ സംഘം സംഘടിച്ചെത്തി കൊലവിളി നടത്തിയ സംഭവം ഏറെ ഭീതി പരത്തിയതാണ്. പള്ളിപ്പെരുന്നാളോടനുബന്ധിച്ച് കാർണിവൽ അമ്യൂസ്മെന്റ് പാർക്ക് നടത്തിപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. അതിനു പിന്നാലെ ഒളിവിൽ പോയ മുഖ്യപ്രതികൾ 1 മാസത്തിനു ശേഷം പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. മുളവൂർ സ്വദേശി അൻവർ,
കൊമ്പനാട് സ്വദേശി അജിത്ത് എന്നിവരെയാണ് കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 9 കഴിഞ്ഞ ഒക്ടോബർ 14 സംഭവം. കോതമംഗലം പള്ളി പെരുന്നാളിനായി ഒരുക്കിയ അമ്യൂസ്മെന്റ് പാർക്കിന്റെ പണപ്പിരിവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിലും കത്തിക്കുത്തിലും കലാശിച്ചത്. കോതമംഗലത്തെ ക്രിമിനൽ സംഘങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. ബാർ ഹോട്ടലിലേക്ക് സംഘം ചേർന്നെത്തിയ ഗുണ്ടകൾ അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. തുടർന്ന് ആലുവ സ്വദേശികളായ 3 അംഗ സംഘത്തെ ആക്രമിച്ചു. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കേസിലെ മുഖ്യപ്രതികളായ മുളവൂർ സ്വദേശി അൻവർ, കൊമ്പനാട് സ്വദേശി അജിത് എന്നിവരെ കോതമംഗലം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. അക്രമികളിൽ 7 പേർ നേരത്തെ പിടിയിലായിരുന്നു. കോതമംഗലത്തെ മണ്ണ് മാഫിയ തലവൻ കൂടിയായ അൻവർ ഷയാണ് 3 അംഗ സംഘത്തിന് നേരെ വടിവാൾ വീശിയതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മനാഫ്, സിബി, റഫീഖ് എന്നിവരെ അൻവറിന്റെയും അജിത്തിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമിച്ചത്. ഹോട്ടലിലെ ആക്രമണത്തിന് ശേഷം ആശുപത്രിയിൽ വെച്ചും ഇരു സംഘവും തമ്മിൽ ഏറ്റുമുട്ടി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും സംഘർഷമുണ്ടായി. അവിടെ വെച്ച് മനാഫും സിബിയും ചേർന്ന് പ്രതികളെ തിരിച്ചും ആക്രമിച്ചു. ഈ ആക്രമണത്തിൽ അൻവർ ഷായ്ക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു. ന്യൂസ് 18 കൊച്ചി. രാഷ്ട്രീയ നേതാക്കന്മാർ ഗുണ്ടായിസത്തിനിറങ്ങിയാൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയുന്നു. കോഴിക്കോട് കുറ്റ്യാടിയിൽ RSS യുവമോർച്ച നേതാക്കളുടെ നേതൃത്വത്തിലാണ് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത്. മുഖംമൂടി ആക്രമണത്തിൽ മണിയൂർ സ്വദേശി മുഹമ്മദിന് സാരമായി പരുക്കേറ്റിരുന്നു. കേസിൽ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ജൂബിൻ ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. BJP പ്രവർത്തകനോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. കഴിഞ്ഞയാഴ്ചയാണ് മണിയൂർ സ്വദേശി മുഹമ്മദിനെ പ്രതികൾ സംഘം ചേർന്ന് കുറ്റ്യാടിയിൽ വെച്ച് മർദ്ദിച്ചത്. വാക്കുതർക്കമുണ്ടായത് പരിഹരിക്കാൻ വിളിച്ചു വരുത്തിയായിരുന്നു മർദ്ദനം. മുഖംമൂടി ധരിച്ചെത്തിയ സംഘം യുവാവിനെ കാറിൽ നിന്നും വലിച്ചിറക്കി മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ RSS യുവമോർച്ച നേതാക്കൾ ഉൾപ്പെടെ 3 പേരെയാണ് കുറ്റ്യാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ജുബിൻ ബാലകൃഷ്ണൻ, റോഷിദ്, ഷൈജു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പുള്ളിയേരി സ്വദേശിയായ രൂപേഷിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. കുറ്റ്യാടി SHO കൈലാസ്നാഥിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തലക്കും മുഖത്തും പരിക്കേറ്റ മുഹമ്മദ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഈ മാസം 7-ന് BJP സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത പ്രവർത്തകനോട് മോശമായി പെരുമാറിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. വടകര. തിരുവനന്തപുരം ജഗതിയിൽ വീട്ടിൽ കയറി ഗുണ്ടാ സംഘത്തിന്റെ കൊലവിളി. കുപ്രസിദ്ധ ഗുണ്ട മുട്ടട നിധിന് ഉൾപ്പെടുന്ന സംഘമാണ് യുവതിയും കുട്ടികളും മാത്രമുള്ളപ്പോൾ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയത്. സംഭവത്തിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മുട്ടട നിധിനെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തു. CSI സഭ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. CSI സഭ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായിരുന്ന പ്രവീണിന്റെ വീട്ടിലെത്തി മുട്ടട നിധിനും സംഘവും ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. 5 മക്കൾക്കൊപ്പം വീട്ടിൽ കഴിയവേ സംഘമെത്തി ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പരാതി. പരാതിയിൽ നിധിനെ 1-ാം പ്രതിയാക്കി മ്യൂസിയം പോലീസ് കേസെടുത്തു. സഭയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ മല്ലേശ്വരം പോലീസ് പ്രവീണിനെ പ്രതി ചേർത്ത് കേസെടുത്തിരുന്നു. ഈ ഇടപാടുകൾ നടക്കുമ്പോൾ പ്രവീൺ അധികാരസ്ഥാനത്തുണ്ടായിരുന്നില്ലെന്നാണ് ഭാര്യയുടെ പരാതിയിൽ പറയുന്നത്. സാമ്പത്തിക കേസിൽ എതിർഭാഗത്തുള്ള വ്യക്തിയുടെ പ്രേരണയാൽ
ഗുണ്ടാസംഘം വീട്ടിലെത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതാണെന്നും പരാതിയിൽ പറയുന്നു. നിതിനുമായി വഴിവിട്ട ബന്ധം പുലർത്തിയതിന് നേരത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ക്ഷേത്ര കവർച്ചാ കേസാണ് പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത്. പൂവച്ചൽ പുളിങ്കോട് ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ കേസിൽ പ്രതി മണിക്കൂറുകൾക്കുള്ളിൽ പിടിയിലായി. വെള്ളറട സ്വദേശി രാമചന്ദ്രനെയാണ് കാട്ടാക്കട പോലീസ് തൊണ്ടി മുതൽ ഉൾപ്പെടെ പിടികൂടിയത്. മോഷണം മുതൽ വിൽക്കാൻ സഹായിച്ച ജോണിയെയും അറസ്റ്റ് ചെയ്തു. തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ പ്രതിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ക്ഷേത്ര ഓഫീസ് കുത്തി തുറന്നാണ് കവർച്ച നടത്തിയത്. ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന 10 പവൻ സ്വർണവും പണവുമാണ് അപഹരിച്ചത്. ദേവിക്ക് ചാർത്തുന്ന സ്വർണത്താലിമാല, മൂക്കുകുത്തി, 50 പൊട്ടുകൾ, വെള്ളിയിൽ നിർമ്മിച്ച നാഗരൂപം, നാഗമുട്ട എന്നിവയും 2500-ലധികം രൂപയും നഷ്ടമായിരുന്നു. സംഭവത്തിൽ വെള്ളറട സ്വദേശി രാമചന്ദ്രനെയാണ് കാട്ടാക്കട പോലീസ് വാഴിച്ചലിൽ നിന്നും പിടികൂടിയത്. മോഷണ വസ്തുക്കൾ ഇയാളിൽ നിന്നും കണ്ടെടുത്തു. പ്രതിയെ ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. പ്രതി രാമചന്ദ്രൻ മലയങ്കീഴ് ഭാഗത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്നു. തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ അന്നദാനത്തിൽ പങ്കെടുത്ത പ്രതി പരിസരം നോക്കി മനസ്സിലാക്കിയ ശേഷമാണ് പിന്നീട് മോഷണത്തിനെത്തിയത്. നേർച്ചക്കുള്ള പിടിപ്പണവും സ്വർണമിരുന്ന പാത്രങ്ങളും താക്കോലും ക്ഷേത്രത്തിന് സമീപമുള്ള വാഴത്തോട്ടത്തിൽ ഉപേക്ഷിച്ചത് പ്രതി പോലീസിന് കാട്ടിക്കൊടുത്തു. തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ ഭക്തജനങ്ങൾ പ്രതിക്കെതിരെ രോഷപ്രകടനം നടത്തി. പ്രതിയെ കാട്ടാക്കട കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. മോഷ്ടാക്കളുടെ ഇപ്പോഴത്തെ ഇഷ്ടകേന്ദ്രങ്ങൾ ആരാധനാലയങ്ങളാണ്. രാവിലെ പ്രാർത്ഥിക്കാനെന്ന വ്യാജേന എത്തി സ്ഥലം നിരീക്ഷിക്കും. രാത്രി കവർച്ച. കോഴിക്കോട് പേരാമ്പ്ര എരവട്ടൂർ കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിൽ മോഷണം നടന്നത് കഴിഞ്ഞ രാത്രിയിലാണ്. ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവരുകയായിരുന്നു. മോഷണത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് മോഷ്ടാവിന് വേണ്ടി അന്വേഷണം തുടങ്ങി. പാൻസും അതിനുമേൽ മുണ്ടും അതിനു പുറമെ ചുരിദാറിന്റെ ടോപ്പ് പോലെയുള്ള വസ്ത്രവും ധരിച്ച് പ്ലാസ്റ്റിക് കവർ കൊണ്ട് മുഖം മൂടിയാണ് മോഷ്ടാവെത്തിയത്. സമീപത്തെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച കമ്പിപ്പാരകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. രാവിലെ 5 മണിക്ക് ക്ഷേത്രമുറ്റം വൃത്തിയാക്കാൻ എത്തിയവരാണ് ഭണ്ഡാരം കുത്തിത്തുറന്ന നിലയിൽ കണ്ടത്. ക്ഷേത്രത്തിൽ നിന്നും മാറി റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള ഭണ്ഡാരവും കുത്തിത്തുറന്ന് പണം കവർന്നു. ആകെ 20,000 രൂപയോളം നഷ്ടപ്പെട്ടതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. സാധാരണഗതിയിൽ ക്ഷേത്രത്തിൽ രാവിലെ 4:30 മണിയാകുമ്പോഴേക്കും ക്ഷേത്രം അടിച്ചു തളിക്കുന്ന സ്ത്രീയും വിളക്ക് വെക്കുന്ന ആളും വരാറുണ്ട്. അവർ ക്ഷേത്രമുറ്റം അടിച്ചു വാരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരത്തിൻ്റെ സൈഡിൽ നിന്നും ഒരു 10 രൂപ നാണയം പുറത്ത് കണ്ടു. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ ഭണ്ഡാരത്തിൽ നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് ഭണ്ഡാരത്തിൻ്റെ ഈ തുറക്കുന്ന ഭാഗം അല്പം വികസിച്ച് നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ അവർ വിളക്ക് വെക്കുന്ന ആളും കൂടി ക്ഷേത്ര കമ്മിറ്റിയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഫോൺ ചെയ്തു. ഉടനെ തന്നെ ഞാൻ എൻ്റെ ഫോണിൽ നിന്നും CCTVയിൽ എന്തെങ്കിലും ദൃശ്യം പതിയുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. 12 മണി മുതൽ 1:30 വരെയുള്ള സമയം നോക്കിയപ്പോൾ 1:30-ക്ക് ക്ഷേത്രമുറ്റത്ത് ഒരാൾ ഭണ്ഡാരത്തിൻ്റെ മുന്നിൽ ഇരിക്കുന്നതിനുള്ള ദൃശ്യം എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ക്ഷേത്രത്തിലെ CCTVയിൽ മോഷ്ടാവിന്റെ ചിത്രം പതിഞ്ഞിട്ടുണ്ട്. പുലർച്ചെ 1:19-നെത്തിയ മോഷ്ടാവ് 2:20-ഓടെ ഭണ്ഡാരത്തിലെ മുഴുവൻ പണവും എടുത്തു കടന്നുകളയുകയായിരുന്നു. പേരാമ്പ്ര പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മോഷ്ടാവിനെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയതായി പോലീസ് പറഞ്ഞു.
ന്യൂസ് 18 വടകര. ഇടുക്കി തൊടുപുഴയിൽ ലഹരി മാഫിയ പിടിമുറുക്കുകയാണ്. MDMA ഉൾപ്പെടെയുള്ള സിന്തറ്റിക് ഡ്രഗുകൾ എത്തിക്കുന്നതിൽ ബാങ്ക് ഉദ്യോഗസ്ഥൻ വരെയുണ്ട്. തൊടുപുഴയിൽ 34 ഗ്രാം MDMAയുമായി ബാങ്ക് ജീവനക്കാരൻ പിടിയിലായി. കുമാരമംഗലം സ്വദേശി റെസിൻ ഫാമിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൊടുപുഴ കാർഷിക വികസന ബാങ്കിലെ ജീവനക്കാരനാണ് പിടിയിലായ റെസിൻ. തൊടുപുഴയിലെ ലഹരി ഇടപാടുകൾ നിയന്ത്രിക്കുന്ന വിദേശ മലയാളിയെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. തൊടുപുഴ കേന്ദ്രീകരിച്ച് ലഹരി ഇടപാടുകൾ കൂടുതലായതിനെ തുടർന്ന് പോലീസ് പരിശോധന കർശനമാക്കിയിരുന്നു. ഇതിനിടെയാണ് എറണാകുളത്ത് നിന്നെത്തിച്ച MDMA വിൽപ്പന നടത്താനുള്ള ശ്രമത്തിനിടെ തൊടുപുഴ സ്വദേശി റസിനെ പോലീസ് പിടികൂടിയത്. ഇയാളുടെ പക്കൽ നിന്ന് 34 ഗ്രാം MDMA കണ്ടെടുത്തു. കഴിഞ്ഞ ദിവസം പെരുമ്പള്ളിച്ചിറയിൽ നിന്ന് 40 കിലോ കഞ്ചാവുമായി 2 പേർ പോലീസിന്റെ പിടിയിലായിരുന്നു. തൊടുപുഴയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പനയും ഉപയോഗവും വർദ്ധിക്കുന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന. തൊടുപുഴ പോലീസിന്റെ ഭാഗമായിട്ട് ഇന്നലെ രാത്രിയിൽ വാഹന പരിശോധന നടത്തി വരവേ മറ്റൊരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിലൊരു പ്രതിനെ ടാർഗറ്റ് ചെയ്ത് വരാൻ സാധ്യതയുള്ള വഴിയിൽ വാഹന പരിശോധന നടത്തി വരവേ പുലർച്ചെ 1 മണിയോട് കൂടിയിട്ട് ഏകദേശം 1 മണി കറക്റ്റ് ടൈം ഞാൻ കുറിച്ചെടുത്തിട്ടുണ്ട്. 1 മണിയോട് കൂടിയിട്ട് കാർ വരികയും ഒരു വെളുത്ത കാർ വരികയും അതിൽ നിന്നും പരിശോധനയിൽ 34 ഗ്രാം MDMA കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയാണ്. തൊടുപുഴ കാർഷിക വികസന ബാങ്കിലെ ജീവനക്കാരനാണ് പിടിയിലായ റസിൻ. ഇയാളുടെ നിയമനത്തെ ചൊല്ലി ജില്ലയിലെ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ഭിന്നത രൂക്ഷമായിരുന്നു. തൊടുപുഴയിലെ ലഹരി ഇടപാടുകൾ നിയന്ത്രിക്കുന്ന വിദേശ മലയാളിയെക്കുറിച്ചുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കൊച്ചി കളമശ്ശേരിയിൽ കഴിഞ്ഞ രാത്രി ഏറെ ഭീതി പരത്തിയ സംഭവമാണ് ബുള്ളറ്റ് ടാങ്കർ മറിഞ്ഞുണ്ടായ അപകടം. ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ് അപകടത്തിന് കാരണമെന്ന് ട്രാഫിക് പോലീസിൻ്റെ റിപ്പോർട്ടുമുണ്ട്. സംഭവത്തിൽ BPCL ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു. സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്നതടക്കം പരിശോധിക്കാനാണ് തീരുമാനം. ഡ്രൈവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പും നടപടി സ്വീകരിച്ചേക്കും. അമ്പലമുകൾ BPCL പ്ലാന്റിൽ നിന്ന് പ്രൊപ്പലിൻ വാതകം നിറച്ച ഗുജറാത്തിലേക്ക് പോകും വഴിയായിരുന്നു 20 ടണ്ണോളം ഭാരമുള്ള ടാങ്കർ കളമശ്ശേരി TVS ജംഗ്ഷനിൽ മറിയുന്നത്. ദേശീയപാതയ്ക്ക് കുറുകെ ടാങ്കർ മറിഞ്ഞതോടെ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ഉടൻ സ്ഥലത്തെത്തിയ പോലീസും ഫയർഫോഴ്സും ചേർന്ന് വാതക ചോർച്ചയില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം ക്രെയിൻ വിളിച്ചു വരുത്തി ടാങ്കർ ഉയർത്താനുള്ള ശ്രമം തുടങ്ങി. 6 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ടാങ്കർ ഉയർത്തിയത്. ഡ്രൈവറുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ് അപകടത്തിന് കാരണമെന്നാണ് ട്രാഫിക് പോലീസിന്റെ റിപ്പോർട്ട്. ഒരു നിയന്ത്രിത സംവിധാനത്തിലൂടെ പ്രവർത്തിപ്പിക്കേണ്ട ഒരു വാഹനത്തെ, പ്രത്യേകിച്ച് അതിൽ ഉൾക്കൊള്ളുന്ന പ്രൊപ്പല്ലനാണ്, ഹൈലി ഇൻഫ്ലമേബിൾ ആണ്. അത്തരമൊരു ഇന്ധനം കൊണ്ടുപോകുമ്പോൾ എടുക്കേണ്ട ഒരു കരുതൽ ആ ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ഇത്തരമുള്ള ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഏജൻസികൾ ഈ ഡ്രൈവർമാർക്ക് അതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കുന്നു. കാരണം പൊതുനിരത്തിലൂടെ ജനങ്ങൾക്ക് യാതൊരുവിധ ദോഷമില്ലാത്ത അപകടമില്ലാത്ത രീതിയിൽ ഈ വാഹനങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല അതിലൊരു സ്പെയർ ഡ്രൈവറിനെ നമുക്ക് കാണുന്നില്ല. അതും വളരെ അത്യാവശ്യമാണ്. പുതിയ ക്യാബിൻ എത്തിച്ച ശേഷം ക്രെയിന്റെ സഹായത്തോടെ പഴയ ക്യാബിൽ നിന്ന് ടാങ്കർ വേർപെടുത്തി പുതിയ ക്യാബിനിലേക്ക് ഘടിപ്പിച്ചു. തുടർന്ന് ടാങ്കർ പരിശോധനകൾക്കായി അമ്പലമുകളിലേക്ക് തന്നെ കൊണ്ടുപോയി. സംഭവത്തിൽ BPCL ആഭ്യന്തരാന്വേഷണം പ്രഖ്യാപിച്ചു. സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്നതടക്കം പരിശോധിക്കുമെന്ന് BPCL അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ആത്മകഥാ വിവാദത്തിൽ CPM നേതാവ് EP ജയരാജന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കണ്ണൂർ കീച്ചേരിയിലെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. സിനിമാ രംഗത്തെ പീഡനങ്ങളെക്കുറിച്ച് പരാതി നൽകിയ മേക്കപ്പ് ഹെയർ സ്റ്റൈലിസ്റ്റ് കലാകാരികൾക്ക് സംഘടനയിൽ നിന്ന് ഭീഷണിയെന്ന് പരാതി.
സംഘടനയിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ 3 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന പരാതിയിൽ ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് എതിർകക്ഷികളിൽ നിന്ന് വിശദീകരണം തേടി. ഇടുക്കിയിൽ മദ്യത്തിൽ ബാറ്ററി വെള്ളം കലർത്തി കുടിച്ച യുവാവ് മരിച്ചു. മരിച്ചത് വണ്ടിപ്പെരിയാർ ചുരക്കുളം സ്വദേശി ജോബിൻ. കോതമംഗലം പുതുപ്പാടി ലിഫ്റ്റ് ഇറിഗേഷന്റെ പമ്പ് ഹൌസിൽ മോഷണം നടത്തിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് ബംഗാൾ സ്വദേശി മുഹമ്മദ് റാണ, മൂവാറ്റുപുഴ സ്വദേശി ഹാരിസ് എന്നിവർ. ഗതാഗത നിയമം ലംഘിച്ചാൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടി സ്വീകരിക്കും. അത് എത്ര രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിലും നിയമം ലംഘിക്കാൻ ആർക്കാണ് അധികാരം? കണ്ണൂർ തളിപ്പറമ്പിൽ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിൽ നടപടി സ്വീകരിച്ച മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ലീഗ് നേതാവിൻ്റെ ഭീഷണി. തളിപ്പറമ്പിലെ മുസ്ലിം ലീഗ് നേതാവ് മണ്ണൻ സുബൈറാണ് MVD ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയത്. സുബൈറിൻ്റെ സുഹൃത്ത് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിന് MVD പിഴ ചുമത്തിയിരുന്നു. മാന്യമായി സംസാരിക്കാം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇവരത്തെ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.